ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുവൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്പം, ഇടിയപ്പം, പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ മുൻപൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ചിക്കൻ സ്റ്റൂ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എപ്പോഴും ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം, അതാണ് സ്റ്റൂവിന് എപ്പോഴും നല്ലത്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് പെപ്പറാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്ലാക്ക് പെപ്പറാണ് കയ്യിലുള്ളെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം കേട്ടോ. ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് വേവിക്കുന്നതിൻ്റെ കൂടെ ഇടാനായിട്ടാണ് ഞാൻ ഇതെല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഒരു സവോള ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ നീളത്തിൽ തന്നെ പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഈ ഒരു കഷ്ണം ഇഞ്ചിയും. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ നമുക്ക്. എന്നിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ ഈ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ്റെ ഒപ്പം അരിഞ്ഞ് വെച്ച സവോള, ഇതൊരു മീഡിയം ടൈപ്പ് സവോള നീളത്തിലരിഞ്ഞത്, അതുപോലെ 3 പച്ചമുളകും നീളത്തിലരിഞ്ഞത്, ഇത് നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിലടിപ്പിക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. നമ്മളെപ്പോഴും ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ എപ്പോഴും നന്നായിട്ട് വെന്ത് കിട്ടണം. അങ്ങനെ ഒരു മീഡിയം വേവിൽ എടുത്താൽ പോരാട്ടോ, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പോൾ 2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം. നമ്മളുടെ ചിക്കൻ വേവാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചെരുകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 1-ാം പാലും 2-ാം പാലും എടുക്കണം. അതായത് 1 കപ്പ് 1-ാം പാലും 1 കപ്പ് 2-ാം പാലും ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതൊന്ന് എടുക്കട്ടെ കേട്ടോ. ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കപ്പോൾ ചിക്കൻ സ്റ്റൂവിലേക്ക് അടുത്തത് വേണ്ടത് 2 പൊട്ടറ്റോ ആണ്. മീഡിയം ടൈപ്പ് പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഇതൊരു ക്യാരറ്റാണ്, ഇതും പുഴുങ്ങി അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്കതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു സവോള നീളത്തിലരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു 4 ഗ്രാമ്പു, 4 പട്ട, ഇത് ഏലക്കായയുടെ ആ തോല് മാറ്റിയിട്ട് അതിൻ്റെ അകത്തുള്ള ആ കുരു ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മളുടെ ചിക്കൻ സ്റ്റൂ. ഞാനിവിടെ ഒരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള മസാലകളുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ആ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പാരൻറ്റ് കളറായിട്ടുണ്ട് കേട്ടോ. അതൊരു ഗോൾഡൻ കളറിലേക്കൊന്നും ആവണ്ട. അതിന് മുന്നായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഒന്ന് നടുകെ പിളർന്ന പച്ചമുളകുണ്ടല്ലോ, ഇത് 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് ഇവിടെ നിന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ഒരു തരത്തിലുള്ള മസാലകളും ചേർക്കുന്നില്ല. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് ഈ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ഇതുകൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. പൊട്ടറ്റോ ഒന്ന് ഞാൻ ഇതുകൊണ്ട് ഈ തവി വെച്ച് തന്നെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച രണ്ടാം പാലുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതാ ഇവിടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു നുള്ള് പഞ്ചസാര ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കാരണം നമ്മളുടെ സ്റ്റൂവിന് ഒരു ചെറിയൊരു മധുരിപ്പ് ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരല്പം മധുരം ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അതിന് ശേഷം ഒരല്പം ഒരു 1/2 ടീസ്പൂൺ വിനെഗറും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വിനെഗറും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കാം. ഇപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറിയൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ക്യാരറ്റ് നേരത്തെ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തുടഞ്ഞും പോകും. പിന്നെ കറിയിലേക്ക് അതിൻ്റെ ഒരു കളറും പിടിക്കും. അത് കാരണം കൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയി തന്നെ കിടന്നോളും. അതിൻ്റെ കളറൊന്നും ഈ കറിയിലേക്ക് ഇറങ്ങില്ല. ഇപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ച ആ ഒന്നാം പാലുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് വേപ്പില കുറച്ചിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരല്പം പെപ്പർ പൗഡർ, ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇതിൽ വൈറ്റ് പെപ്പറാണ് ഇടുന്നത്. ബ്ലാക്ക് പെപ്പർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒന്ന് വറവിടണം. അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക അതിലേക്ക്. ആ നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്താൽ നെയ്യ് ഉരുകി വന്നപ്പോൾ ഞാനൊരല്പം കാഷ്യൂനട്ട് ഇട്ട്, ഇതിന് അളവൊന്നുമില്ല, കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ കാഷ്യൂനട്ട് ഒന്ന് ചെറുതായി ഇവിടെ മൂത്ത് വന്നപ്പോൾ നമുക്കൊരല്പം കിസ്മിസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കിസ്മിസും ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പത്തിൻ്റെ കൂടെ, അതുപോലെ പത്തിരി, ഇടിയപ്പം, എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ മുന്നേ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയും ഈ ചിക്കൻ സ്റ്റൂ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ. അതും ഈ ചിക്കൻ സ്റ്റൂ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.